വെൽക്കം ടു കമ്മ്യൂണിക്കേഷൻ ചാനൽ. ആശയവിനിമയത്തിന്റെ ലോകത്തേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഫ് യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി, യു ക്യാൻ ബി മോർ കോൺഫിഡൻറ്റ് ഇൻ യുവർ ലൈഫ് ആസ് വെൽ ആസ് കരിയർ. ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയാൽ നമുക്ക് ജീവിതത്തിലും അതുപോലെ നമ്മുടെ തൊഴിൽ മേഖലയിലും കൂടുതൽ കോൺഫിഡൻ്റ് ആവാൻ കഴിയും എന്നതാണ് വസ്തുത. ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു, ലൈക്ക് നേറ്റീവ് സ്പീക്കേഴ്സ് ആസ് വെൽ ആസ് നോൺ നേറ്റീവ് സ്പീക്കേഴ്സ്. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ആളുകളെ രണ്ട് വിഭാഗമാക്കി തിരിക്കാൻ പറ്റും. ഒന്ന്, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ഇംഗ്ലീഷ് നാട്ടിൽ ജനിച്ച വ്യക്തികളെ നേറ്റീവ് സ്പീക്കേഴ്സ് എന്ന് പറയും. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നോൺ നേറ്റീവ് സ്പീക്കേഴ്സ്. ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജായി, രണ്ടാമത്തെ ഭാഷയായി പഠിക്കുന്ന ആളുകൾ, അങ്ങനെ സംസാരിക്കുന്ന വ്യക്തികൾ. നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ഇംഗ്ലീഷും നോൺ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ഇംഗ്ലീഷും തമ്മിൽ നല്ല വ്യത്യാസം പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടമായിരിക്കും. എന്നാൽ ഒരു നോൺ നേറ്റീവ് സ്പീക്കർക്ക് ബൈ കണ്ടിന്യൂസ് പ്രാക്ടീസ്, നിരന്തരമായ പരിശീലനത്തിലൂടെ ഒരു നേറ്റീവ് സ്പീക്കറോട് കിടപിടിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഇഫ് യു വോണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് വെരി ഫ്ലുവൻലി, once I have disclosed in a video, there are 3 factors which is holding us back. മലയാളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ പിന്നോട്ട് വലിക്കുന്ന പ്രധാനപ്പെട്ട 3 ഫാക്ടേഴ്സ് ഉണ്ട്. SFL ഫാക്ടർ എന്നാണ് അതിന് പറയാം. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു നോൺ നേറ്റീവ് സ്പീക്കർക്ക് ഇംഗ്ലീഷിൽ കൂടുതൽ ഫ്ലുവൻ്റ് ആവാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഫ്ലുവൻസിക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ദ സീക്രട്ട് ഓഫ് ഇംഗ്ലീഷ് ഫ്ലുവൻസി എന്ന വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. LS എന്നാണ് ആ ഫാക്ടർ നമ്മൾ ചുരുക്കി പറയുന്നത്. L ഈസ് സ്റ്റാൻഡിങ് ഫോർ ലിസണിങ്, S ഈസ് സ്റ്റാൻഡിങ് ഫോർ സ്പീക്കിംഗ്. ലിസണിങ്ങിനും സ്പീക്കിങ്ങിനും ഫോക്കസ് കൊടുക്കുന്നതിലൂടെ ഒരാൾക്ക് ഇംഗ്ലീഷിൻ്റെ ഫ്ലുവൻസിയുടെ ലോകത്തേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്, ഫോക്കസ് കൊടുക്കേണ്ടത് ഇംഗ്ലീഷ് കൂടുതൽ കേൾക്കാനും പിന്നെ സംസാരിക്കാനുമായിരിക്കണം. LS ഫാക്ടർ. എങ്ങനെയാണ് ഒരാൾ സംസാരിക്കാൻ തുടങ്ങുന്നത്? ഭാഷാ സംസാരം തുടങ്ങുന്നത്, കൃത്യമായി പറഞ്ഞാൽ ഭാഷ ഒരാൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് അമ്മയുടെ ഗർഭപാത്രം മുതലാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കാലഘട്ടം മുതൽ ഒരു കുഞ്ഞ് ഭാഷ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. പിന്നീട് ആ ഭാഷാ പഠനത്തിൻ്റെ വികാസം സംഭവിക്കുന്നത് ജനനത്തിന് ശേഷമാണ്. കിട്ടുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ ഭാഷ മനസ്സിലാക്കുന്നു, നിരീക്ഷിക്കുന്നു, അതുപോലെ പറയാൻ ശ്രമിക്കുന്നു. ഒരു ചെറിയ കുഞ്ഞ് മലയാളം സംസാരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അമ്മ എന്നാദ്യം വിളിക്കും, അച്ഛ, പാല്, മാമു അല്ലെങ്കിൽ ചോറ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി മെല്ലെ മെല്ലെ പറഞ്ഞു തുടങ്ങും. ഓരോ വാക്കുകൾ മുറിഞ്ഞ് സംസാരിക്കുന്ന കുട്ടി പിന്നീട് ആ വാക്കിനിൽ നിന്നും വാചകം നിർമ്മിക്കുന്നുണ്ട്. തുടർന്ന് അതേ കുഞ്ഞ് കുറച്ചും കൂടെ വലിയ വാചകങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങുന്നു. ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുന്നു. അങ്ങനെ ഭാഷാ വികസനം നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കൂടുതൽ സാധ്യമാകുന്നത്? ആ കുഞ്ഞിനോട് ആ ഭാഷയിൽ സംസാരിക്കാൻ ഒരാൾ കടന്നു വരുമ്പോഴാണ്. അപ്പോൾ സംവേദനം ഉണ്ടാകുമ്പോഴാണ് ഭാഷയിൽ വികസനം ഉണ്ടാകുന്നത്. നമുക്ക് ഭാഷ പറയാനും അത് കേൾക്കാനും ആളുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഭാഷാ വികസനം നടക്കുന്നത്, ഏത് ഭാഷയിലാണെങ്കിലും. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് ഇംഗ്ലീഷ് കേൾക്കാനും അതുപോലെ പറയാനുമുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു നോൺ നേറ്റീവ് സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇംഗ്ലീഷ് പഠിക്കാൻ വരുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ മുമ്പിൽ നമ്മൾ ഇംഗ്ലീഷ് ആസ്പിരൻസിനെ, ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ 3 വിഭാഗമാക്കി തിരിക്കാറുണ്ട്. ദ ബിഗിനേഴ്സ്, ദ ഇൻ്റർമീഡിയറ്റ് ആൻഡ് ദി അഡ്വാൻസ്ഡ്. ബിഗിനർ എന്ന് പറഞ്ഞാൽ തുടക്കക്കാരൻ, ഭാഷയിലെ പിച്ച വെച്ച് നടക്കുന്നയാൾ. അയാൾക്ക് കുറേ വാക്കുകളൊക്കെ ഒരുപക്ഷെ അറിയായിരിക്കും, പക്ഷേ ആ വാക്കുകൾ ചേർത്ത് ഒരു വാചകം ഉണ്ടാക്കാൻ, ഒരു സെൻറ്റൻസ് രൂപീകരിക്കാൻ, ഒരു ഐഡിയ പ്രസൻറ്റ് ചെയ്യാൻ കഴിയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഐ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഞാൻ, മാങ്ങക്ക് എന്ത് പറയും? മാംഗോ. എനിക്ക് മാങ്ങ വേണം എന്ന് പറയാൻ, ഐ വോണ്ട് മാംഗോ എന്ന് പറയാൻ ഒരു ബിഗിനർക്ക് കഴിയില്ല. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആൾ, അവർക്ക് കുറച്ചുകൂടി പറയാൻ പറ്റും. ഐ വോണ്ട് മാംഗോ എന്നൊക്കെ പറയും, പക്ഷെ കുറച്ച് കൂടുതൽ പറയാൻ, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ അയാൾക്ക് സമയം വേണം, കൂടുതൽ ചിന്തിക്കേണ്ടി വരും. അവിടെ അയാൾ കുറച്ച് മുറിഞ്ഞ രൂപത്തിലൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും. ഐ വോണ്ട് മാംഗോ ബട്ട് ഐ ഡോണ്ട് വാണ്ട് ആപ്പിൾ എന്ന് ചിലപ്പോൾ പറയാൻ അയാൾക്ക് കുറച്ച് സമയമെടുക്കും.
അയാൾ പറയുമ്പോൾ ആ ഇംഗ്ലീഷ് മുറിഞ്ഞായിരിക്കും നമ്മൾ കേൾക്കുക. അതിനെ നമുക്ക് ബ്രോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയാം. ബ്രോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളാണ് എസ്പെഷ്യലി ഇന്റർമീഡിയറ്റ് കാറ്റഗറിയിൽ വരുന്നത്. അവിടുന്ന് അതിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അഡ്വാൻസ് സ്പീക്കർ, ഇംഗ്ലീഷിൽ അഡ്വാൻസ് ആയി സംസാരിക്കുന്ന ആളുകൾ ആരാണ്? അവരുടെ സംസാര രീതി എന്ന് പറയുന്നത് ദേ സ്പീക്ക് ഇംഗ്ലീഷ് വെരി ഫ്ലുവൻലി, നന്നായി ഫ്ലുവൻ്റ് ആയി സംസാരിക്കും. പക്ഷേ ഇടയ്ക്ക് അവർക്കൊരു MT ആയി വരും. മദർ ടങ് ഇൻഫ്ലുവൻസ് എന്നാണ് ഇതിന് പറയാം. മാതൃഭാഷയുടെ സ്വാധീനം അവരുടെ ഇംഗ്ലീഷിൽ ഉണ്ടാവും. അപ്പോൾ ഐ വോണ്ട് മാംഗോ, ഐ ഡോണ്ട് വോണ്ട് ആപ്പിൾ, ബട്ട് പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ പിന്നെ അല്ല, മാതൃഭാഷയിലെ ചില പദപ്രയോഗങ്ങളൊക്കെ അവർ ഇംഗ്ലീഷിൽ അറിയാതെ കടന്നു വരും. കുറച്ചുകൂടി ഇമോഷണലായി അവർ സംസാരിക്കുമ്പം മാതൃഭാഷ അവർ ഇംഗ്ലീഷിൽ കടന്നു വരും. അപ്പോൾ അതാണ് അഡ്വാൻസ് സ്പീക്കേഴ്സ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൽ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഫോക്കസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് ബ്രോക്കൺ ഇംഗ്ലീഷിൽ നിന്നും സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക് എത്താമെന്നുള്ളതാണ്. ബിഗിനറായ ആളിൽ നിന്നും എങ്ങനെ ഒരു ബിഗിനർക്ക് ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് വളരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു ആവറേജ് കമ്മ്യൂണിക്കേറ്ററായി നമ്മൾ മാറുക. അപ്പോൾ അതിന് ഫോക്കസ് കൊടുക്കേണ്ടത് അറിയുന്ന ഇംഗ്ലീഷിൽ അറിയുന്ന പോലെ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അറിയുന്ന ഇംഗ്ലീഷിൽ അറിയുന്നത് പോലെ എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബ്രോക്കൺ ഇംഗ്ലീഷ് പതിയെ പതിയെ എന്തായി മാറും? സ്പോക്കൺ ഇംഗ്ലീഷായി മാറും. മുറിഞ്ഞ ഇംഗ്ലീഷ് പറയാൻ ധൈര്യം കാണിക്കുന്ന ആളുകൾ മുറിഞ്ഞ ഇംഗ്ലീഷിൽ, അതായത് കംപ്ലീറ്റ് അല്ലാത്ത രൂപത്തിൽ ആശയം പറയാൻ ശ്രമിക്കുന്ന ആളുകൾ പതിയെ പതിയെ അവരുടെ ഭാഷാ പഠനം മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ പഠിക്കുന്നത് അങ്ങനെയാണ്. ഒരു കുഞ്ഞിനോട് മാതാപിതാക്കൾ നിരന്തരമായി സംവദിക്കുമ്പോൾ, അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ നിരന്തരമായി സംവദിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഭാഷാ പഠനം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇതേ കുഞ്ഞിനെ ഒരു ഫ്ലാറ്റിലിട്ട് മറ്റാരോടും സംസാരിക്കാനോ സംവദിക്കാനോ അവസരം കൊടുക്കാതെ വളർത്തുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഭാഷാ പഠനം കുറച്ചുകൂടെ പിന്നോട്ടായിരിക്കും. സമയമെടുക്കും ആ കുഞ്ഞ് സംസാരിക്കാൻ. അപ്പോൾ ഇംഗ്ലീഷിൽ ബ്രോക്കൺ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്നതിലൂടെ മുറിയൻ ഇംഗ്ലീഷ് സംസാരിച്ച് പെർഫെക്റ്റ് ഇംഗ്ലീഷിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയും. അതിന് ഫോക്കസ് കൊടുക്കേണ്ടത് അറിയുന്ന ഇംഗ്ലീഷിൽ. സോ ഐ വോണ്ട് സം വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് പറയുക. അതിനപ്പുറത്ത് പറയാൻ കിട്ടുന്നില്ലെങ്കിൽ അത് പറയണ്ട, അത് പറയേണ്ടതില്ല. അറിയുന്നത് കുറച്ചെങ്കിലും പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ ചിന്താ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും. തോട്ട് പ്രോസസ്സ് മാറുന്നതിലൂടെയാണ് ഭാഷയിൽ നമ്മൾ കുറച്ചുകൂടി കമാൻഡിങ് ആയി മാറുന്നത്. നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുകയും മലയാളത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ഇംഗ്ലീഷ് എന്താവുന്നില്ല, ആ അർത്ഥത്തിൽ ഡെവലപ്പ് ആവുന്നില്ല. അപ്പോൾ മലയാളത്തിൽ നമ്മളൊരു വാക്ക്, ഒരു പ്രയോഗം പറയുകയാണെങ്കിൽ ഞാൻ അവനെ കണ്ടു, ഞാൻ അവനെ കണ്ടു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ വരിക? ഐ സോ ഹിം എന്നാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ മലയാളത്തിൽ എന്താ വരുന്നത്? ഞാൻ അവനെ കണ്ടു. ഞാൻ കഴിഞ്ഞതിന് ശേഷം അവനാണ് വരുന്നത്, പിന്നെയാണ് കണ്ടു എന്ന് വരുന്നത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷയുടെയും സ്ട്രക്ചർ ഈ മലയാളത്തിൻ്റെ രീതിയിലാണ്. ഇംഗ്ലീഷിൻ്റെ ഭാഷാ സ്ട്രക്ചർ ഈ രൂപത്തിലല്ല. ഇംഗ്ലീഷിൽ ഞാൻ കണ്ടു അവനെ എന്നാണ് അതിൻ്റെ ശരിയായ രൂപം. ഞാൻ കുടിച്ചു ചായ, ഞാൻ കണ്ടു സിനിമ, അവൾ വിളിച്ചു എന്നെ. അതാണ് ഇംഗ്ലീഷിൻ്റെ പാറ്റേൺ. മലയാളത്തിൻ്റെ പാറ്റേൺ അങ്ങനെയല്ല. അവൾ എന്നെ വിളിച്ചു, ഞാൻ സിനിമ കണ്ടു. അപ്പോൾ ഈ പാറ്റേണിൽ ചിന്തിക്കുന്നയാൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പറയുമ്പോൾ ഈ മലയാളത്തിൻ്റെ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ ഇംഗ്ലീഷിൽ പോരായ്മകളുണ്ടാവും, ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്യില്ല. അങ്ങനെ അത് നമുക്ക് വേണമെങ്കിൽ മംഗ്ലീഷ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഗണത്തിലേക്കാണ് വരുന്നത്. സോ ബെറ്റർ യു സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ എ റൈറ്റ് വേ ആസ് യു നോ. ഫോർ ദാറ്റ് യു ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതിന് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് അറിയുന്ന ആളുകളുമായി സംവദിക്കാൻ ശ്രമിക്കുക. അറിയുന്ന രൂപത്തിൽ സംവദിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ ക്രിയേറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് ഓഡിയോസ് അതുപോലെ വീഡിയോസ് ഒക്കെ കാണാൻ സമയം കണ്ടെത്തുക. അത്തരം ലിസണിങ് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ നിരന്തരമായി കാണുന്ന വീഡിയോസും ഇംഗ്ലീഷ് ഓഡിയോസും ഒക്കെ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ സ്വാധീനിക്കുകയും അതുവഴി നമ്മുടെ ഭാഷയിൽ ഗണ്യമായ പോസിറ്റീവായ മാറ്റം കൊണ്ടുവരാനും കഴിയും. സോ ബ്രോക്കൺ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്ന ആളുകൾ once they will be speaking spoken English, they will be reaching to the fluency of English. So speak English as you know in a situation where you feel much comfort. കൂടുതൽ കംഫർട്ട് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷനുകളിൽ നിരന്തരം ദിവസേന ജീവിതത്തിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഫ്ലുവൻ്റായി കോൺഫിഡൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. സോ ഐ വിഷ് യു a fluency over English language by continuous practice. Thank you for listening.